ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ കേസെടുത്ത് പോലീസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നതിനിടെയാണ് നഗ്നതാ പ്രദർശനത്തിലൂടെ സാമ്പത്തിക ലാഭം നേടിയെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ വ്യക്തി പരാതി നൽകിയത്. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, പരാതി വരുന്ന സമയം എന്ന് പറയുന്നത് അമ്മ തെരഞ്ഞെടുപ്പിനിടെയാണ്. എന്താണ് പരാതിയുടെ ആധാരം, പശ്ചാത്തലം? സുഹേല, ശ്വേതാ മേനോനെതിരെ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പൊതുപ്രവർത്തകനാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതിൽ ചില സിനിമകളുടെ പേരടക്കം ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ശ്വേതാ മേനോൻ അഭിനയിച്ച പാലേരി മാണിക്യം, ഋതുനിർവേദം, അതോടൊപ്പം തന്നെ ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ്സി ചിത്രമായ കളിമണ്ണ്, ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യചിത്രം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഇതിലെല്ലാം കൂടി അശ്ലീല തരത്തിലുള്ള ഈ നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നടത്തി ശ്വേതാ മേനോൻ അനധികൃതമായി പണം സമ്പാദിച്ചു എന്നായിരുന്നു പരാതി. ഈ പരാതിയിന്മേലാണ് എറണാകുളം ചീഫ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ സെൻട്രൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. പരാതിയുടെ പശ്ചാത്തലത്തിൽ സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം സെൻസർ ബോർഡ് അനുമതി നൽകിയതാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളെല്ലാം. അത്തരത്തിലൊരു ചിത്രത്തിൽ അഭിനയിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് പോലീസ് പറയുന്നത് കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായും കേസെടുക്കേണ്ടി വരും. പ്രാഥമിക അന്വേഷണത്തിന് പോലും കോടതിയിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ പോലുള്ള സാഹചര്യം പോലീസിന് ഉണ്ടാകില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്വേതാ മേനോനാകട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് പറയുന്നു. ഇതിന്റെ പശ്ചാത്തലമായി ഉയർന്നു വരുന്ന ആക്ഷേപം, അമ്മ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്, അവർ ഒരു സ്ട്രോങ് കണ്ടന്ററായി ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗീയതയാണോ ഈ പരാതിക്ക് പിന്നിൽ എന്നൊരു ആക്ഷേപമായി സാമൂഹ്യ മാധ്യമത്തിലടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ശ്വേതാ മേനോൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. കേസ് നടക്കട്ടെ എന്നാണ് അവരുടെ നിലപാട്. സുഹേൽ, എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിലുള്ള സിനിമകളുടെ പേരുകളടക്കം ചേർത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പശ്ചാത്തലം, ഈ ശ്വേതാ മേനോൻ അങ്ങേയറ്റം വലിയ മത്സരം നടക്കുന്ന അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടെയാണ് ഈ പരാതിയും കേസും വരുന്നത് എന്നുള്ളതാണ്. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.